ഹലോ ഡിയേഴ്സ്, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ലിസൺ ടു ദ മൗണ്ടൻ എന്നുള്ള ഒരു പ്ലേ ആണ്. അപ്പോൾ അതിൽ 4 സീനുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്കറിയാം ഫസ്റ്റ് സീനും അതുപോലെ 4ാമത്തെ സീനും ഇൻ ഫ്രണ്ട് ഓഫ് ദി സ്റ്റേജ് ആണ് നടന്നിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ സ്റ്റേജിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സീൻ 5 പോകാം. കർട്ടൻ റൈസസ്, ബാക്ക്ഡ്രോപ്പ് ഓഫ് മൗണ്ടൻസ്, എ സ്ട്രീം ആൻഡ് ട്രീസ്. അപ്പോൾ 5ാമത്തെ സീനാണ് പറയുന്നത്. അപ്പോൾ ഓരോ സീന് കഴിയുമ്പോൾ കർട്ടൻ താഴും അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 5ാമത്തെ സീന് തുടങ്ങുമ്പോൾ കർട്ടൻ പൊന്തി. അതുകൊണ്ട് ബാക്ക്ഡ്രോപ്പ് ഓഫ് മൗണ്ടൻസ്, എ സ്ട്രീം ആൻഡ് ട്രീസ്. അപ്പോൾ ഒരു സീനറി എന്താ കൊടുത്തിട്ടുള്ളത്, ഒരു മൗണ്ടൻ്റെ, അതേപോലെ ഒരു സ്ട്രീം ഉണ്ട്, ട്രീസ് ഉണ്ട്, മരങ്ങളുണ്ട്. ദീക്ഷിത് ഈസ് സീറ്റഡ് ഓൺ എ ചെയർ ഓൺ വൺ സൈഡ് ഓഫ് ദി സ്റ്റേജ്. ദീക്ഷിത് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സ്റ്റേജിൻ്റെ ഒരു ഭാഗത്ത് ഒരു ചെയറിൽ ഇരിക്കുകയാണ്. സാഗർ ഈസ് ഓൺ ദി അതർ സൈഡ്. സാഗർ അപ്പുറത്തെ സൈഡിൽ, മറ്റ് സൈഡിൽ ഇരിക്കുന്നുണ്ട്. സൗണ്ട് ഓഫ് ലോറീസ്, ഡ്രില്ലിങ് ആൻഡ് ഹാമറിങ് ക്യാൻ ബി ഹിയർഡ്. അപ്പോൾ അവിടെ ഭയങ്കര സൗണ്ടുകളുണ്ട്. ഇതിൻ്റെയൊക്കെ സൗണ്ടാണ് ലോറികളുടെ, അതുപോലെ ഡ്രില്ലിങ്, അതേപോലെ ഹാമറിങ്ങിന് ഈ കല്ലുകളൊക്കെ കൊത്തിമുറിക്കുന്ന സൗണ്ടുകൾ കേൾക്കാം. എ പ്രൊസഷൻ ഓഫ് ചിൽഡ്രൻ ആൻഡ് അഡൾട്ട്സ് എൻഡേഴ്സ് ഫ്രം ദി ഓപ്പോസിറ്റ് സൈഡ്. ആ സമയത്താണ് കുറച്ച് കുട്ടികളൊക്കെ കൂടിയിട്ട്, കുട്ടികളും അതേപോലെ കുറച്ച് വലിയ ആളുകളൊക്കെ കൂടിയിട്ടുള്ള ഒരു പ്രൊസഷൻ അങ്ങോട്ട് വന്നു. പ്രൊസഷൻ തന്നെ ഒരു ജാഥ പോലെ വന്നത്. ദ ചിൽഡ്രൻ ഇൻ ദ ഫ്രണ്ട് റോ ഡിസ്പ്ലേ എ ബാനർ. അപ്പോൾ കുട്ടികളുടെ കയ്യിൽ, ആ ഫ്രണ്ടിലുള്ള കുട്ടികളുടെ കയ്യിൽ ഒരു ബാനറുണ്ട്. ആ ബാനറിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, ലിസൺ ടു ദ മൗണ്ടൻ. അതിലെന്താ എഴുതിയിട്ടുള്ളത്, ലിസൺ ടു ദ മൗണ്ടൻ. എന്താണ്, പർവ്വതത്തെ ശ്രദ്ധിക്കൂ, അല്ലെങ്കിൽ മലയെ ശ്രദ്ധിക്കൂ എന്ന് വെച്ചാൽ ശ്രദ്ധിക്കൂ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുള്ള മീനിങ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദേ പ്രസൻറ്റ് എ പെറ്റീഷൻ ടു ദീക്ഷിത്. അതുകൂടാതെ ആ കുട്ടികൾ എന്ത് ചെയ്തു, ഒരു പെറ്റീഷനും ദീക്ഷിതിന് കൊടുത്തു. ഒരു കംപ്ലൈൻറ്റ്. ദീക്ഷിത് reading it. What is this nonsense? Listen to the mountain. Here we are all set to build the biggest hotel in the state, one of the best in the country, and you people of mountains and you people talk of mountains and rivers, rabbits and birds. Please, if you cannot understand the need for big business, don't interfere. Let us get on with it. Okay, come on men, on with the drilling. Let us get a move on. അപ്പോൾ ദീക്ഷിത്തിൻ്റെ കയ്യിൽ ഈ ഒരു ആ പ്രൊസഷൻ വെച്ചാൽ ആ കുട്ടികളും അതുപോലെ അഡൾട്ട്സും വലിയ ആളുകളും കൂടെ എന്ത് ചെയ്തു, പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വന്നവരാണ് അവർ. അപ്പോൾ അവർ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു, ഒരു പെറ്റീഷൻ കൊടുത്തു. അപ്പോൾ അത് വായിച്ചിട്ട് ദീക്ഷിത് എന്താ പറയുന്നത്, എന്ത് നോൺസെൻസ് ആണ് നിങ്ങൾ ഈ പറയുന്നത്. ലിസൺ ടു ദ മൗണ്ടൻ. എന്താ, മൗണ്ടിനെ ശ്രദ്ധിക്കുകയാണ്. എന്താ ഇത്, ഹിയർ വി ആർ ഓൾ സെറ്റ് ടു ബിൽഡ് ദ ബിഗ്ഗസ്റ്റ് ഹോട്ടൽ ഇൻ ദ സ്റ്റേറ്റ്. ഞങ്ങളിവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ ഒരു രാജ്യത്തെ തന്നെ ഏറ്റവും വലിയൊരു ഹോട്ടലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ കൺട്രി. ആണ് ഏറ്റവും വലിയ, ഏറ്റവും നല്ല ഒരു ഹോട്ടലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആൻഡ് യു പീപ്പിൾ ടോക്ക് ഓഫ് മൗണ്ടൻസ് ആൻഡ് റിവേഴ്സ്, റാബിറ്റ്സ് ആൻഡ് ബേർഡ്സ്. അപ്പോൾ നിങ്ങളെന്താണ് ഈ ഇവിടുത്തെ ജനങ്ങൾ നിങ്ങളെന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, റിവേഴ്സ്, പർവ്വതങ്ങൾ, റാബിറ്റ്സ്, ബേർഡ്സ്, അതിനെക്കുറിച്ചോ? ഞങ്ങളിവിടെ വലിയൊരു ഹോട്ടലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് നിങ്ങളുടെ ഒരു മൗണ്ടനും അതേപോലെ റിവേഴ്സും റാബിറ്റ്സും ബേർഡ്സൊക്കെ, പക്ഷികളൊക്കെ. പ്ലീസ് ഇഫ് യു കനോട്ട് അണ്ടർസ്റ്റാൻഡ് ദി നീഡ് ഫോർ ബിഗ് ബിസിനസ്, ഡോണ്ട് ഇൻ്റർഫിയർ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വലിയൊരു ബിസിനസ്സിനെ കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ ഒരു കാര്യത്തിൽ ഇടപെടരുത് എന്നാണ് ദീക്ഷിത് പറയുന്നത്. ഡോണ്ട് ഇൻ്റർഫിയർ. ലെറ്റ് us get on with it. Okay, come on man, on with the drilling. Let us get a move on. അപ്പോൾ ദീക്ഷിത് പറയണം അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. അപ്പോൾ അവിടെയുള്ള പണിക്കാരെ വിളിച്ച് കൂട്ടിയിട്ട് പറയണം, നിങ്ങൾ പണി തുടങ്ങിക്കോളൂ, ആ ഡ്രില്ലിങ് തുടങ്ങിക്കോളൂ, നമുക്ക് തുടങ്ങാം എന്നുള്ളതിൽ പറഞ്ഞു. സാഗർ എന്ത് ചെയ്തു, അതിനെ ഏറ്റുപിടിച്ച് പറയുന്നത്, സാഗർ കീപ് വാക്കിംഗ്. അപ്പോൾ ദീക്ഷിത് പണി തുടങ്ങാൻ പറഞ്ഞപ്പോൾ സാഗർ ഒന്നും കൂടെ അതിനെ ഏറ്റുപിടിച്ച് പറഞ്ഞു. എന്താ പറഞ്ഞത്, പണി തുടങ്ങിക്കോളൂ എന്ന്. Suddenly there is a terrific rumble and roar like rocks falling. It lasts for 30 seconds. Tremendous noise of horns blaring, voices screaming and shaking. പെട്ടെന്നാണ് അവിടെ എന്ത് സംഭവിച്ചത്, സഡൻലി ദർ ഈസ് എ ടെറിഫിക് റംബിൾ ആൻഡ് റോർ ലൈക്ക് റോക്സ് ഫോളിങ്. വലിയ സൗണ്ടിൽ, വലിയ ഒച്ചയിൽ ഈ റോക്സ് വെച്ച് പാറകൾ പൊട്ടി വീഴാൻ തുടങ്ങി. ഇറ്റ് ലാസ്റ്റ് ഫോർ 30 seconds.
ട്രമൻഡസ് നോയ്സ് ഓഫ് ഹോൺസ് ഒരു 30 സെക്കൻഡോളം അത് നീണ്ടു നിന്നു. എങ്ങനെ ഭയങ്കര സൗണ്ടോട് കൂടിയിട്ടായിരുന്നു വന്നിരുന്നത്. എന്താണ് ഹോൺസ്, ബ്ലെയറിങ് വോയിസ്, സ്ക്രീം, അലറി വിളിക്കുന്നത് പോലെ, അതുപോലെ പേടിപ്പെടുത്തുന്ന സൗണ്ടിലാണ് ആ ഒരു പാറകൾ വീണത്. വോയിസസ് ഓഫ് സ്റ്റേജ്, ലാൻഡ്സ്ലൈഡ്. അപ്പോൾ ആ ഒരു ബാക്ക് സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ കൂട്ടായിട്ട് പറയുന്ന ഒരു സൗണ്ടാണ് കേൾക്കുന്നത്. ലാൻഡ്സ്ലൈഡ്. എന്താണ് ലാൻഡ്സ്ലൈഡ് എന്ന് പറയുന്നത്? ഉരുൾപൊട്ടൽ അല്ലേ? ആ ഉരുൾപൊട്ടൽ നിന്ന് ബാക്ക് സ്റ്റേജിൽ നിന്ന് എല്ലാവരും കൂടെ അങ്ങനെ പറയുന്നു. ദീക്ഷിത് ആൻഡ് സാഗർ ലുക്ക് അറൗണ്ട് ഇൻ പാനിക്. ദേ സ്റ്റാഗർ അബൌട്ട് ദെൻ റൺ ഓഫ് സ്റ്റേജ്. അപ്പോൾ ദീക്ഷിതും സാഗറും ഇതിങ്ങനെ ഒച്ച കേട്ട ആ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടോ ആകെ പേടിച്ചു പോയി അവർ. ദെൻ റൺ ഓഫ് സ്റ്റേജ്. സ്റ്റേജിൻ്റെ ബാക്കിലോട്ട് ഓടിപ്പോയി ദീക്ഷിതും അതുപോലെ സാഗറും. നാരായൺ ഷൗട്ട്സ്, ലെറ്റ് us ഗെറ്റ് ഹെൽപ്പ്, വി മസ്റ്റ് ഹെൽപ്പ് ദ ഇൻജേർഡ്, ഹറി. അപ്പോൾ നാരായണ ഉറക്കെ പറയണത് ലെറ്റ് us ഹെൽപ്പ്, നമുക്ക് സഹായിക്കണം, ആ ഇൻജേർഡ് ആയിട്ടുള്ള പരിക്ക് പറ്റിയിട്ടുള്ള ആളുകളെ സഹായിക്കണം. അപ്പോൾ ഒരുപാട് പണിക്കാരവിടെ ജോലി ചെയ്തിരുന്നു. അതുപോലെ ആ ഒരു മലയുടെ താഴെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ഉരുൾപൊട്ടലിൽ കുറേ ആളുകൾ പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ സഹായിക്കണം എന്നാണ് നാരായണൻ പറഞ്ഞത്. വലിയ ഒച്ചയിൽ പറയണം ലെറ്റ് us ഹെൽപ്പ്. The injured are carried away on makeshift stretchers by children. അപ്പോൾ പരിക്ക് പറ്റിയവരെങ്ങനെ കൊണ്ടുപോയത്? കുട്ടികൾ എന്ത് ചെയ്തു? ഒരു അപ്പുണ്ടാക്കിയൊരു സ്ട്രക്ചർ, ശരിക്കും സ്ട്രക്ചറല്ല, അപ്പോൾ ഒരു താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയൊരു സ്ട്രക്ചർ, അതിലെന്ത് ചെയ്ത് ഇഞ്ചേർഡായ ആളുകളെ ആ ഒരു സ്ട്രക്ചേഴ്സിൽ വെച്ചിട്ട് കൊണ്ടുപോയി. സം ഹോബിൾ ആൻഡ് ലിംബ്, ചിലവരും ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞ് നടക്കുന്നുണ്ട്, അതേപോലെ മുടന്തന്മാരെ പോലെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പാറകൾ കാലിൽ വീണ്ടായിരിക്കും. ഇഞ്ചുറി പറ്റിയതാണ്. സ്ലോലി ദ കൊമോഷൻ ഡൈസ് ആൻഡ് നോയ്സ് ഫെയിൽസ്. കുറേ അങ്ങനെ പതുക്കെ ആയിട്ട് ആ ഒരു എന്ത് ചെയ്തു, ആ സൗണ്ടും അതേപോലെ ആ ഒരു അന്തരീക്ഷം ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നു. ആ ഒരു ഉരുൾപൊട്ടൽ നിന്നിട്ടുണ്ടാവും. ഗ്രാൻഡ് മദർ ഇൻ എ സാഡ് സ്ലോ വോയിസ് ടു ഓഡിയൻസ്. പിന്നെ പറയുന്ന ആരാണ്? ഗ്രാൻഡ് മദറാണ് പറയുന്നത്. എങ്ങനെയാണ് പറയുന്നത്? ഇൻ എ സാഡ് സ്ലോ വോയിസ് ടു ഓഡിയൻസ്. പതുക്കെ വിഷമത്തോട് കൂടിയിട്ട് ഓഡിയൻസിനോടായിട്ടാണ് പറയുന്നത്. എന്താ പറയുന്നത്? ഫൈനലി ദ മൗണ്ടൻ സ്പോക്ക് ലൗഡ് ഇനഫ് ഫോർ എവ്രി വൺ ടു ഹിയർ. അവസാനം മൗണ്ടൻ, ആ ഒരു പർവ്വതം, ധർമ്മഗിരി പർവ്വതം സംസാരിച്ചു. എങ്ങനെ? വലിയ സൗണ്ടിൽ, ലൗഡ് ഇനഫ് ഫോർ എവ്രി വൺ ടു, എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന അത്രയും സൗണ്ടിലാണ് ഇപ്പോൾ ഈ ഒരു ധർമ്മഗിരി മൗണ്ടൻ സംസാരിച്ചത്. എന്നിട്ടൊന്ന് നിർത്തി. പോസസ്. ഫോർ അവർ വില്ലേജ് ഇറ്റ് വാസ് എ ട്രാജഡി. നമ്മളെ വില്ലേജിൽ ഇതെന്തായിരുന്നു? ഒരു ട്രാജഡി ആയിരുന്നു, ഒരു ദുരന്തമായിരുന്നു ഇത്. 10 houses buried beneath the landslide. അപ്പോൾ ആ ഒരു ലാൻഡ് സൈഡിൽ ആ ഒരു പർവ്വതത്തിൻ്റെ താഴ്വരയിലായിട്ട് കുറേ വീടുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ വീടുകളുടെ മുകൾക്കായിരിക്കും ഈ ഒരു പാറകളൊക്കെ വീണിട്ടുണ്ടാവില്ല. അപ്പോൾ 10 വീടുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഒരു പാറകൾക്കടിയിൽ പെട്ടു പോയിട്ടുണ്ട്. 11 people killed including 2 children. അതുപോലെ 11 ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൽ 2 കുട്ടികളും ഉണ്ടായിരുന്നു. വൈപ്സ് ഹെർ ഐസ്. എന്നിട്ട് അത് പറഞ്ഞുകൊണ്ട് ഗ്രാൻഡ് മദർ തൻ്റെ കണ്ണുനീര് തുടച്ചു. ഐ ന്യൂ ഇറ്റ് ഓൾ അലോങ്. എനിക്കിതെല്ലാം എനിക്കറിയാമായിരുന്നു. നാച്ചർ ഓൾവേസ് സ്പീക്സ് ഇഫ് വി കെയർ ടു ലിസൺ. നാച്ചർ എന്ത് ചെയ്യും? എപ്പോഴും സംസാരിക്കും, നമ്മൾ അതിനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ പ്രകൃതി എന്ത് ചെയ്യുന്നു? എപ്പോഴും നമ്മളോട് സംസാരിക്കും, അതിന് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് സംസാരിക്കുന്നതാണ് ഈ ഒരു ഗ്രാൻഡ് മദർ പറയുന്നത്. ദെൻ ആഫ്റ്റർ ദാറ്റ് കർട്ടൻ ഫോൾസ്. അത് പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു? കർട്ടൻ താഴ്ന്നു. അപ്പോൾ ഈ ഒരു ഈ ഒരു പ്ലേയിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത്? നമ്മളുടെ ഒരു പ്രകൃതിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ആക്ടിവിറ്റി ആയിരുന്നു അവിടെ നടന്നിരുന്നല്ലേ. അതിനുള്ളത് അപ്പം തന്നെ കാണിച്ചു കൊടുത്തു അവർക്ക്. ഉരുൾപൊട്ടൽ, ലാൻഡ്സ്ലൈഡായിട്ട് അവിടെ വന്നു. അപ്പോൾ ഈ ഒരു പ്ലേയിൽ ഇത്രയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പ്ലേ ഒന്നും കൂടെ പറയാം. ഇതിലെ ക്യാരക്ടേഴ്സ് ഗ്രാൻഡ് മദർ വരുന്നുണ്ട്, അതുപോലെ നാരായൺ, സാഗർ, പിന്നെ അതുപോലെ ദീക്ഷിത്, രാമണ്ണ, പിന്നെ ശാസ്ത്രി, ഇവരൊക്കെയാണ് ഇതിലെ ക്യാരക്ടേഴ്സായിട്ട് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നാരായണനായിരുന്നു സാഗറിനെ മീറ്റ് ചെയ്തിരുന്നത് അല്ലേ. സാഗറിൽ നിന്നാണ് അങ്ങനെ ആ ഒരു ധർമ്മഗിരിയുടെ മുകളിലൊരു 5 സ്റ്റാർ ഹോട്ടൽ വരുന്നുള്ളത് അറിഞ്ഞത്. അതിനുശേഷം നമ്മുടെ
രാമണ്ണയുടെ ടീ ഷോപ്പിൽ വെച്ചിട്ട് അതിൻ്റെ ഡിസ്കഷൻ നടക്കുകയാണല്ലേ. അപ്പോൾ അവർ സാഗറിനോട് പറയുന്നുണ്ട് അതിൻ്റെ ഒരു ആവശ്യം ഇവിടെ ഇല്ല, അവിടെ അങ്ങനെ ഒരു വലിയൊരു ഹോട്ടലിനൊന്നും ആവശ്യമില്ല എന്ന് അവർ പറയുന്നുണ്ട്. പിന്നീട് അവിടെയുള്ള കുറച്ച് ആളുകൾ വെച്ചാൽ ശാസ്ത്രി, കണ്ണൻ, രാമണ്ണ, നാര ഇവരൊക്കെ കൂടെ രാമണ്ണയുടെ ഷോപ്പിലിരുന്നിട്ട് ആലോചിക്കുകയാണ് അല്ലേ, ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. ഇങ്ങനെയൊരു ഹോട്ടൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രകൃതി വെച്ചാൽ നമ്മളെ മൗണ്ടൻസിനും റിവേഴ്സിനും ഇതിനൊക്കെ എന്താണ് ദോഷമാണെന്നുള്ളത് അവർ പറയണം. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഒരു ഗ്രാൻഡ് മദർ പിന്നീട് നാരായണന് പറഞ്ഞു കൊടുക്കുകയാണ്. നാരായണൻ എന്ന് പറഞ്ഞത് ഈ ഗ്രാൻഡ് മദറിൻ്റെ ഗ്രാൻഡ് സൺ ആണ്. അപ്പോൾ നാരായണനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നീ ഒരു ഹെഡ് മാസ്റ്റർ അല്ല, അപ്പോൾ നിൻ്റെ കുട്ടികളുടെ മുന്നിൽ ഇതൊന്ന് അവതരിപ്പിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രശ്നം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് അതിനെ പ്രതികരിക്കുന്നത് വെച്ചാൽ അവരുടെ മറുപടി എന്താണെന്ന് അറിയണം എന്നുള്ളത് പറഞ്ഞിട്ട് നാരായണൻ എന്ത് ചെയ്തു, കുട്ടികളുടെ മുന്നിൽ അവതരിപ്പിച്ച് അവരുടെയൊക്കെ അഭിപ്രായം എന്താ, അങ്ങനെ ഒരു ഹോട്ടൽ അവിടെ വരരുതെന്ന് തന്നെയായിരുന്നു. അപ്പോൾ അതിനെതിരെയാണ് ലാസ്റ്റ് സീനിൽ നമ്മളിപ്പോൾ കണ്ടത് അവർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് അല്ല, ഒരു പ്രൊസഷൻ നടത്തുന്നത്, ലിസൺ ടു ദ മൗണ്ട് എന്നുള്ള ബാനറൊക്കെ വെച്ചിട്ട് അവരത് നിർത്തി വെക്കാൻ വേണ്ടി അവിടെയുള്ള ഒരു പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നിർത്തി വെക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിട്ടുള്ളത്. ആ സമയത്താണ് അവിടെ ഉരുൾപൊട്ടൽ നടന്നത്. ഉരുൾപൊട്ടലിൽ ഒരുപാട് ആ വില്ലേജിന് തന്നെയാണ് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് വീടുകൾ നശിച്ചു, 10ഓളം വീടുകൾ നശിച്ചു. അതുപോലെ 11 പീപ്പിൾ കിൽഡ്, കൊല്ലപ്പെട്ടിട്ടുണ്ട്. 11 ആളുകൾ കൊല്ലപ്പെടാന്ന് വെച്ചാൽ ആ ഒരു ഉരുൾപൊട്ടലിൽ അകപ്പെട്ട് മരിച്ചു പോയിട്ടുണ്ട്. അതിൽ 2 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ നോക്കിയാലും ആ ഒരു വില്ലേജിന് തന്നെയാണ് നഷ്ടം വന്നിട്ടുള്ളത്. അപ്പോൾ ദീക്ഷിതും സാഗറും ആ ഒരു സൗണ്ട് കേട്ടപ്പോഴേ പേടിച്ചോടിപ്പോയി. അപ്പോൾ ഇതാണ് പറയുന്നത്, നമ്മൾ പ്രകൃതിയെ സംരക്ഷിച്ചാൽ ആ ഒരു പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കും. നമ്മൾ ദ്രോഹിക്കുകയാണെങ്കിലോ അത് തിരിച്ച് നമ്മളെ ദ്രോഹിക്കും എന്ന് പറഞ്ഞതാണ്. നമ്മൾ പൊതുവായിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഡിഫോറസ്റ്റേഷനൊക്കെ. കാട് വെട്ടിത്തെളിച്ച് വീടുണ്ടാക്കുന്ന ഒരു ഇതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എന്താണ്, ഇപ്പം നമ്മൾ കണ്ടില്ലേ കാലം തെറ്റി പെയ്യുന്ന മഴ, ഇതൊക്കെ എന്തിൻ്റെയാണ്, നമ്മളുടെ നാച്ചുറിനെ ചൂഷണം ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്. അതേപോലെ വരൾച്ച വരാറുണ്ട്. ഇപ്പോൾ വരൾച്ച വരുമ്പോൾ കഠിനമായിട്ടുള്ള വരൾച്ചയും മഴക്കാലമാണെങ്കിൽ പ്രളയമൊക്കെയാണ് നമ്മൾ വരുന്നത്. അത് നമ്മളുടെ പ്രകൃതിയെ നമ്മൾ ചൂഷണം ചെയ്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ വരാനുള്ള ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ചുറ്റുപാടിന് വെച്ചാൽ ഇപ്പോൾ ഒരു മരം നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഒരു മരം മുറിക്കേണ്ടി വന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് പകരം 10 മരം വേറെ എവിടെയെങ്കിലും വെച്ച് പിടിപ്പിക്കുക. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്, നിങ്ങളുടെ നാച്ചുറിനെ, നിങ്ങളുടെ പ്രകൃതിയെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആ ഒരു പ്ലേയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.